Hi, I'm Nisha from nishahomey.com. ഇന്ന് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നോ ബേക്ക് ആൻഡ് എഗ്ലെസ് പുഡിംഗ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഓരോ ഓറിയോയുടെയും അകത്തെ ക്രീം ഒരു ബ്രെഡ് നൈഫ് കൊണ്ട് മാറ്റുക. ഇനി ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുക. ഇതിലോട്ട് 100 ഗ്രാം അമൂൽ ബട്ടറും ചേർക്കുക. ഒരു ഹാൻഡ് മിക്സർ കൊണ്ട് ആദ്യം ചെറുതായി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ സോൾട്ടഡ് ബട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹാൻഡ് മിക്സർ കൊണ്ട് ബട്ടറും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് അരികെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു പാക്കറ്റ് അമൂൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. അമൂൽ ക്രീം 25% ഫാറ്റ് ആയതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തണുപ്പിച്ച ക്രീം മുകളിൽ നല്ല തിക്ക് ആയിട്ടിരിക്കും. പാക്കറ്റിന്റെ അടിയിൽ കുറച്ച് വെള്ളമയം ഉണ്ടാവും. ഇത് പുഡിങ്ങിലോട്ട് ചേർക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലേ പാക്കറ്റിന്റെ അടിയിൽ ഇങ്ങനെ വെള്ളമയം സെറ്റിൽ ചെയ്യൂ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. ഹാൻഡ് ബീറ്റർ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇടയ്ക്ക് ഒരു സ്പാറ്റുല കൊണ്ട് സൈഡ് സ്ക്രേപ്പ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതാണ് പുഡിങ്ങിന്റെ മിക്സ്. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇവിടെ ഒരു വെള്ള പ്ലേറ്റിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. പ്ലേറ്റിന്റെ നടുക്കോട്ട് കുറച്ച് ഫില്ലിംഗ് വെച്ച് അത് ഒന്ന് വട്ടത്തില് സ്പ്രെഡ് ചെയ്യുക. ഈ ഫില്ലിങ്ങിന്റെ മുകളിലോട്ട് ഓരോ ഓറിയോ ബിസ്ക്കറ്റും പാലിൽ മുക്കി വട്ടത്തിൽ നിരത്തുക. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മിക്സ് വീണ്ടും വട്ടത്തിൽ സ്പ്രെഡ് ചെയ്യുക. ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ പാത്രം ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മിക്സ് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. വീണ്ടും ഇതിന്റെ മുകളിൽ പാലിൽ മുക്കിയ ഓറിയോ വെക്കുക. വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ ബിസ്ക്കറ്റും ക്രീമും തീരുന്നത് വരെ ലെയർ ചെയ്യുക. അവസാനത്തെ ലെയറിൽ ഓറിയോസ് ക്രഷ് ചെയ്ത് സ്പ്രിങ്കിൾ ചെയ്യുക. ഇപ്പൊ നമ്മുടെ പുഡിംഗ് ഏകദേശം തയ്യാറായി. ഇനി ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. തണുപ്പിച്ചു കഴിഞ്ഞ് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് പുഡിംഗ് ആണ്.